ബേബിയുടെ ഡ്രസ്സ് റെഡി ആയതിനു ശേഷം ആട്ടോ നമുക്ക് മോമിനൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആദ്യമേ കുറച്ച് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റെഡിയായി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ പർച്ചേസിങ്ങിന്. കാരണം ആൾക്ക് എക്സാക്ട് സെയിം ഷെയ്ഡ് തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കിട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടി കേട്ടോ. കുറേ ഷോപ്പിൽ നമ്മൾ നോക്കി ഫൈനലി നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഷെയ്ഡ്. പക്ഷേ എക്സാക്ട് ആ സെയിം ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും സ്റ്റോക്കിലൊക്കെ പോയിട്ടാണ് ആൾ എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മോമിൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഷോളിന് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഹാൻഡ് വർക്കും പിന്നെ ഷോളിൽ കുറച്ച് സ്പ്രെഡിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയർഡ് അംബർല കട്ടിലാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ പാൻറ്റ് പേർപ്പിൾ കളർ പാൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഇതാണ് ടോട്ടൽ കുറച്ച് ദൂരത്തുനിന്ന് കാണുമ്പോഴുള്ള ലുക്ക്. പിന്നെ ബേബിയുടെ ഡ്രസ്സ് എന്തിട്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന സ്ഥിരം പാറ്റേൺ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. എന്നാലും സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ഇതുപോലത്തെ കസ്റ്റമൈസേഷനും ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ.